വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പരസ്യമായി വിമർശിച്ചിട്ടും ആരും ചോദ്യം ചെയ്യുന്നില്ലെന്ന് KPCC നേതൃയോഗത്തിൽ വിമർശനം. ശശി തരൂരിനെ ലക്ഷ്യം വെച്ച് രൂക്ഷമായ വിമർശനമാണ് യോഗത്തിൽ ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ വേണ്ടെന്ന് KPCC അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മോഹം പരസ്യമാക്കിയ MPമാർക്കെതിരെ AK ആന്റണിയും MM ഹസനും രംഗത്തെത്തി. ശശി തരൂരിന്റെ കേരള പര്യടനം, തരൂരിനെ തലോടിയും മറ്റ് നേതാക്കളെ താറടിച്ചും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ആക്ഷേപം, നിയമസഭാ തെരഞ്ഞെടുപ്പ് മോഹത്തെക്കുറിച്ച് MPമാരുടെ പരസ്യ പ്രതികരണം. ഒരിടവേളയ്ക്ക് ശേഷം ചേർന്ന KPCC നേതൃയോഗത്തിൽ ചൂടേറിയ ചർച്ചയായത് സമകാലിക പ്രതിസന്ധികൾ തന്നെ. വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും ലക്ഷ്യമിട്ടുള്ള സുകുമാരൻ നായരുടെ വാക്കുകൾ അതിര് കടക്കുന്നു. എന്നിട്ടും ആരും ചോദ്യം ചെയ്യുന്നില്ലെന്ന KPCC നേതൃയോഗത്തിൽ കരകുളം കൃഷ്ണപിള്ള ചൂണ്ടിക്കാട്ടി. ഇത്തരക്കാരോട് സന്ധി ചെയ്യേണ്ടതില്ലെന്നും യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും തരൂരിനെ ലക്ഷ്യമിട്ടുള്ള ഒളിയമ്പുകളാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. ഒരാൾ തെരുവിൽ വന്ന മുഖ്യമന്ത്രിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. മുഖ്യമന്ത്രി മോഹികളെ തട്ടി വഴി നടക്കാൻ കഴിയുന്നില്ല. സമുദായ നേതാക്കളെ കാണുന്നു. ഇതിന് പാർട്ടി ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ഷാഫി ചോദിച്ചു. നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും പിന്തുണയില്ലാതെ ആരും നല്ല നടനായിട്ടില്ലെന്നും ഷാഫിയുടെ പരിഹാസം. അടിത്തട്ടിൽ പ്രവർത്തിക്കാതെ മണ്ണിന്റെ മണമറിയില്ല. തരൂരിന് പിന്തുണ നൽകുന്നവരെയും നിയന്ത്രിക്കണമെന്ന വികാരം ഷാഫി യോഗത്തിൽ പരസ്യമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമാകണം ലക്ഷ്യമെന്നും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വേണ്ടെന്നും AK ആന്റണി പറഞ്ഞു. നിയമസഭാ സീറ്റ് സ്വപ്നവുമായി നടക്കുന്ന MPമാരുടെ മോഹത്തിനും തടയിടാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ വേണ്ടെന്ന യോഗത്തിൽ സംസാരിച്ച KPCC അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ശശി തരൂർ. തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട്. പര്യടനമല്ല നടത്തുന്നത്, ക്ഷണിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ല. പ്രതിപക്ഷം ഒന്നിച്ചു നിന്നാൽ സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നിലെത്താം എന്നും ശശി തരൂർ പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ടില്ല. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. തിരുവനന്തപുരം നിവാസികൾ എന്നെ ഈ 14 വർഷം നൽകിയ വിശ്വാസത്തെ ഞാൻ എളുപ്പത്തിൽ വിടില്ല. അപ്പം എല്ലാം ആലോചിച്ചിട്ട് ചിന്തിച്ച് നമുക്ക് സമയമുണ്ടല്ലോ. ഇനി 1.25 വർഷത്തിനേക്കാൾ കൂടുതലുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന്. ലോക്സഭയ്ക്ക് 3.25 വർഷമുണ്ട്, 3.5 വർഷമുണ്ട് നമ്മുടെ നിയമസഭയ്ക്ക്. അപ്പോൾ ഒരു ധൃതിയുമില്ല. ഇതൊക്കെ ചർച്ച ചെയ്യണമെന്ന് താങ്കൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഒഴിച്ച് വേറെ ഒന്നും ഞാൻ എൻ്റെ സൈഡിൽ നിന്നൊന്നും പ്രഖ്യാപിക്കാനില്ല, പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ വേറെ ആൾക്കാർ വിവാദമുണ്ടാക്കിയത് എന്തുകൊണ്ടുണ്ടാക്കിയെന്ന് അവരോടല്ലേ ചോദിക്കേണ്ടത്. എൻ്റെ സംസാരത്തിലോ എൻ്റെ പ്രവർത്തനത്തിലോ എൻ്റെ വിശ്വാസത്തിലോ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. 14 വർഷക്കാലം ഞാൻ നിൽക്കുന്ന മൂല്യങ്ങളും സിദ്ധാന്തവും എല്ലാമാണ് എൻ്റെ ഇപ്പോഴത്തെയും കാര്യങ്ങൾ. ഒരുപക്ഷെ ഈ കാലത്ത് ചിലവർക്ക് എന്നെ ഒരു വേറെ രീതിയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ തെറ്റല്ല. ഞാൻ ചെയ്തതൊക്കെ എന്നെ ചെയ്തുകൊണ്ടിരിക്കണം. കേരളത്തിൽ പ്രത്യേകിച്ച് ഇതെൻ്റെ ഒരു കർമ്മഭൂമിയായ കാരണം ക്ഷണങ്ങൾ വരുമ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യും. എനിക്ക് ഇന്ത്യ മുഴുവൻ ക്ഷണങ്ങളുണ്ട്, പിന്നെ വിദേശത്തിലും എന്നെ ക്ഷണിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം എപ്പോഴും ചെയ്യാൻ സാധിക്കില്ല. അവസരം കിട്ടുമ്പോൾ ഒരു ചില പിന്നെ ക്ഷണത്തെ ഒരുമിച്ച് ഒരു ക്ലബ് ചെയ്തിട്ട് ഒരു 4-5 ദിവസം ഒരു 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 മേഖലയിൽ ഒരു ഭാഗത്ത് പോയി സംസാരിക്കാൻ അവസരം കിട്ടി. അത് കുറച്ചും കൂടി എഫിഷ്യൻ്റാണ്. ശശി തരൂർ MPയുടെ 2ാം മലബാർ പര്യടനത്തിൽ മുഖ്യമായും കൂടിക്കാഴ്ചകൾ മുസ്ലിം മത സംഘടനാ നേതാക്കളുമായാണ്. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച 100K കേഡേഴ്സ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തു. സമുദായ നേതാക്കളെ കാണുന്നതിൽ തെറ്റെന്തെന്ന് ചോദിച്ച തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ച ഇപ്പോൾ തുടങ്ങുന്നതിൽ പ്രസക്തിയില്ല എന്നും വ്യക്തമാക്കി. 2 മാസത്തിനിടെ ശശി തരൂർ മലബാറിലെത്തുന്നത് ഇത് 2ാം തവണ. ഇത്തവണത്തെ പര്യടനത്തിൽ ശ്രദ്ധേയം മുസ്ലിം മതസംഘടനാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയാണ്. മലപ്പുറം ജില്ലയിൽ ആദ്യം വേദി പങ്കിട്ടത് PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ 100K കേഡേഴ്സിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തയ്യാറാണോ എന്ന ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ശശി തരൂരിന്റെ മറുപടി ഇങ്ങനെ. നോക്കൂ, ഇതിനെക്കുറിച്ച് എന്തിനാണ് നമ്മൾ ഇപ്പോഴാണ് ചർച്ച ചെയ്ത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ തുടക്കം മുതൽക്കേ പറഞ്ഞു, നിങ്ങളെല്ലാവരും ചോദിക്കുന്ന മുഖ്യമന്ത്രിയാവാൻ തയ്യാറാണ്. ഞാൻ തയ്യാറല്ലെന്ന് പറയാൻ സാധിക്കുമോ? പക്ഷെ ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പ്രസക്തിയില്ല. 2026 വരെ നമുക്ക് കാത്തിരിക്കണം. ഇപ്പോൾ നമുക്കൊരു മുഖ്യമന്ത്രിയുമുണ്ട്, അദ്ദേഹത്തിന് വലിയൊരു ഭൂരിപക്ഷവുമുണ്ട്. ഈ സ്ഥാനം വേക്കൻ്റ് ആവാൻ ഒരു ധൃതിയുമില്ല. നമ്മൾ 3 വർഷം കാത്തിരിക്കണം. അതിന് മുമ്പേ 24 തെരഞ്ഞെടുപ്പുണ്ട്. അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കണം. അത് പാർട്ടിയും തീരുമാനിക്കും, ജനങ്ങളും തീരുമാനിക്കും എന്താ അവർക്ക് വേണ്ടത്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഒരു കാലത്തും ഇടപെടില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ PK കുഞ്ഞാലിക്കുട്ടി
തരൂരിന്റെ സന്ദർശനങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയമാനം നൽകേണ്ട എന്നും വ്യക്തമാക്കി. അല്ല, ലീഗിന് അതിനെ സംബന്ധിച്ച് പ്രത്യേക മാനങ്ങൾ ഇല്ല. ലീഗ് ഈ കാര്യങ്ങളെയൊക്കെ കാണുന്നത് ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, അതുപോലെയൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവ്, ആ നിലയ്ക്ക് നമ്മൾ കാണുന്നുള്ളൂ. ബുധനാഴ്ച മലപ്പുറം മാലാപ്പറമ്പിൽ MES സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത ശശി തരൂർ വെള്ളിയാഴ്ച കോഴിക്കോട് വെച്ച് സംസ്ഥാന നേതാക്കളെയും KNM നേതാക്കളെയും കാണുന്നുണ്ട്. ഇതിനു പുറമെ വൈകുന്നേരം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തും. തന്നെ ക്ഷണിച്ചതനുസരിച്ചാണ് മതനേതാക്കളെ കാണുന്നതെന്ന് ശശി തരൂർ വിശദമാക്കുമ്പോഴും കൂടിക്കാഴ്ചകളുടെ രാഷ്ട്രീയം നൽകുന്ന സന്ദേശം വലുതാണ്. ന്യൂസ് 18 മലപ്പുറം. വയനാട് മാനന്തവാടിയിലെ പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ മരിച്ചു. പള്ളിപ്പുറത്ത് തോമസ് എന്ന സാലുവാണ് മരിച്ചത്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് ഉത്തരവിട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ മാനന്തവാടി താലൂക്കിൽ UDFും BJPയും ഹർത്താൽ പ്രഖ്യാപിച്ചു. പുതുശ്ശേരി വെള്ളാരംകുന്നിൽ വെച്ചാണ് സാലുവിനെ കടുവ ആക്രമിച്ചത്. ആക്രമണത്തിൽ കാലിനും കൈക്കും ഗുരുതര പരിക്കേറ്റ സാലുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF മാനന്തവാടി താലൂക്കിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തു. സാലുവിനോടും സാലുവിന്റെ കുടുംബത്തോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി ജനകീയ ഹർത്താൽ UDFിന്റെ ആഭിമുഖ്യത്തിൽ മാനന്തവാടി നിയോജക മണ്ഡലം UDFിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ കടുവയുടെ ആക്രമണമുണ്ടായിട്ടും അധികൃതർ വേണ്ട നടപടി കൈക്കൊണ്ടില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകളോളം തടഞ്ഞുവച്ചു. പിന്നാലെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചു. കടുവ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൊണ്ടനാട് പഞ്ചായത്തിലെ 6ാം വാർഡിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. അഡീഷണൽ ടീംസും വന്നിട്ടുണ്ട്, RRT ഒക്കെ ഫംഗ്ഷനിങ് ആണ്. അഡീഷണൽ പോലീസ് ഫോഴ്സും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ലൊക്കേഷൻ അവർ ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്കും ഇത് ട്രാങ്കുലൈസ് ചെയ്ത് നമുക്ക് കൂട്ടിലാക്കാൻ പറ്റുമെന്നാണ്. അതിനുള്ള സ്റ്റെപ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ അവർലി അതിനെ അപ്ഡേറ്റ് എടുക്കുന്നുണ്ട്. വനപാലകർ കടുവയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചതിനാൽ പൊതുജനങ്ങൾ യാതൊരു കാരണവശാലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ പാടില്ല. തവിഞ്ഞാൽ തൊണ്ടനാട് പഞ്ചായത്തുകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കൂടാതെ എടവക പഞ്ചായത്തിലെ വാളേരി ഹൈസ്കൂളിനും അവധി നൽകിയിട്ടുണ്ട്. മാനന്തവാടി തഹസിൽദാർ MJ അഗസ്റ്റിനെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായി നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. കടുവയെ പിടികൂടാനുള്ള എല്ലാ നടപടികളും വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു പാവപ്പെട്ട കർഷകൻ മരിക്കാനിടയായ സംഭവം വളരെ വേദനാജനകവും ദൗർഭാഗ്യകരവുമാണ്. കടുവയെ അതിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയ സമയം മുതൽ അതിനെ കണ്ടെത്താനും അതിന്റെ സഞ്ചാരം സൃഷ്ടിക്കാനും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കഴിവിന്റെ പരമാവധിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും ഇങ്ങനെ സംഭവിക്കാനിടയത് അങ്ങേയറ്റം ഖേദകരമായ ഒരു കാര്യമാണ്. ഇതേ തുടർന്നുള്ള അനന്തര നടപടികൾ ത്വരിതപ്പെടുത്താൻ കൂടുവെച്ച് പിടിക്കാനുള്ളത് ഉൾപ്പെടെ ആവശ്യമായി വന്നാൽ മയക്കുമടി വെക്കാൻ ഉൾപ്പെടെയുള്ള ഉത്തരവുകൾ ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണയുണ്ടായത് ഉത്തരവ് കിട്ടാനുള്ള കാലതാമസമായിരുന്നു. ഇന്ന് കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ആ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന് ആശ്വാസമായി ലഭിക്കേണ്ട ധനസഹായത്തിന്റെ 50% വരുന്ന 5 ലക്ഷം രൂപ ഉടനെ തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവരാലാവുന്ന വിധത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട്. ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമാണ് നടത്തുക. അവരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടാവില്ല. അത് ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അത് മനസ്സിലാക്കി ജനങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായ പിന്തുണയും സഹകരണവും നൽകണമെന്നാണ് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. പാലക്കാട് ധോണിയിൽ PT7നെ തളയ്ക്കാൻ ആനക്കൂട് തയ്യാർ. വയനാട്ടിൽ നിന്നുള്ള സംഘം കൂട് നിർമ്മാണം പൂർത്തിയാക്കി. കൂടിന്റെ ഉള്ളിൽ ആനയ്ക്ക് നിൽക്കേണ്ട ഭാഗത്ത് മണ്ണിട്ട് ലെവൽ ചെയ്യും. 12 പേരടങ്ങുന്ന ദ്രുത കർമ്മ സംഘം രാവിലെ മുതൽ ആനയെ നിരീക്ഷിക്കും. ഇന്നലെ വരകുളം ഭാഗത്ത് വനഭൂമിയിൽ നിന്നിരുന്ന ആനകൾ ഇന്ന് ധോണിയിലെ വനത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതിരപ്പള്ളിയിൽ കുട്ടിയാനയെ തുമ്പിക്കൈ മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ആരാണ് സംഭവത്തിന് പിന്നിലെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇന്നലെയാണ്
അതിരപ്പള്ളി എസ്റ്റേറ്റിൽ കുട്ടിയാനയെ ഗുരുതര പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയാനയുടെ തുമ്പിക്കൈ അറ്റുപോയത് എങ്ങനെയെന്നത് വിദഗ്ധ പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ. ഏതെങ്കിലും മൃഗം ആക്രമിച്ചപ്പോഴോ അതോ ഏതെങ്കിലും കുടുക്കിൽപ്പെട്ട് വലിച്ചപ്പോൾ അറ്റുപോയതാണോ ആരെങ്കിലും ചെയ്തതാണോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ആനയെ കണ്ടെത്തി പരിശോധിച്ചാലേ വിശദാംശങ്ങൾ ലഭ്യമാകൂ എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുമ്പിക്കൈയില്ലാതെ ആന എങ്ങനെ ജീവിക്കുമെന്നതിലും ആശങ്കയുണ്ട്. മുറിവുണങ്ങിയതായാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആനക്കുട്ടിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. കുട്ടിയാന ആയതിനാൽ അമ്മ ആനയ്ക്കൊപ്പമാകുമെന്ന നിഗമനത്തിൽ കാട് മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല. നാട്ടുകാരിൽ ഒരാളാണ് ആദ്യം ആനക്കൂട്ടത്തെ കാണുന്നത്. വനപാലകരെ വിവരം അറിയിച്ചു. അതനുസരിച്ച് മേഖലയിൽ ആനയ്ക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ടെന്നും അധികം വൈകാതെ ആനയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വനംവകുപ്പും. ന്യൂസ് 18 തൃശൂർ. എറണാകുളം ഞാറയ്ക്കലിൽ 1.5 വർഷം മുമ്പ് ഭാര്യയെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. പാച്ചാക്കലിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നതിനിടെ 2021 ഓഗസ്റ്റ് 16-നാണ് രമ്യയെ കൊലപ്പെടുത്തിയത് എന്ന് ഭർത്താവ് സജീവൻ പോലീസിന് മൊഴി നൽകി. ഭാര്യയെ സംബന്ധിച്ച് ചില സംശയങ്ങൾ സജീവന് ഉണ്ടായിരുന്നു. സംഭവ ദിവസം രമ്യയുമായി വാക്കുതർക്കമുണ്ടായി. തർക്കത്തിനിടെ കഴുത്തിൽ കയർ കുരുക്കി കൊലപ്പെടുത്തി. പകൽ സമയത്താണ് കൊലപാതകം നടത്തിയത്. മൃതദേഹം ഒളിപ്പിച്ച ശേഷം രാത്രി വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടുകയായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു. പത്തനംതിട്ടയിലെ നരബലി കേസുകൾ പുറത്തുവന്ന സമയത്ത് പോലീസ് മിസ്സിംഗ് കേസുകളിൽ കാര്യമായ അന്വേഷണം നടത്തി. ഇതിന്റെ ഭാഗമായി രമ്യയുടെ തിരോധാനവും അന്വേഷിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കലിന് ഒടുവിലാണ് കൊലപാതക വിവരം പുറത്തായത്. ഭാര്യയെ താൻ കൊന്ന് മൃതദേഹം പറമ്പിൽ തന്നെ കുഴിച്ചുമൂടിയെന്നായിരുന്നു ഒടുവിൽ സജീവൻ നടത്തിയ കുറ്റസമ്മതം. പോലീസ് നടത്തിയ പരിശോധനയിൽ വീട്ടുമുറ്റത്തു നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കളമശ്ശേരിയിൽ നിന്ന് 500 കിലോഗ്രാം പഴകിയ കോഴിയിറച്ചി പിടികൂടി. കളമശ്ശേരി കൈപ്പടമുകളിലെ വീട്ടിൽ സെൻട്രൽ കിച്ചൺ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇറച്ചി പിടികൂടിയത്. കൊച്ചിയിലെ വിവിധ ഹോട്ടലുകളിൽ ഷവർമ അടക്കമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യാൻ സൂക്ഷിച്ച ഇറച്ചിയാണ് പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വീടിന്റെ പുറത്തു സൂക്ഷിച്ചിരുന്ന ഫ്രീസറുകളിൽ നിന്നായി 500 കിലോഗ്രാമോളം ഇറച്ചിയാണ് പിടിച്ചെടുത്തത്. തമിഴ്നാട്ടിലെ ഫാമുകളിൽ നിന്നുമാണ് രോഗം ബാധിച്ച ചത്ത കോഴികളുടെ ഇറച്ചി കൊണ്ടുവന്നത് എന്നാണ് വിവരം. പിടിച്ചെടുത്ത മാംസം അഴുകി തുടങ്ങിയിരുന്നു. ഈ സാധനം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചത്ത കോഴിയും ഈ കൈ കാല് തളർച്ചയുള്ള കോഴികളൊക്കെ ഫാമിൽ നിന്ന് കയറി വരുന്നത്, അത് ഫ്രീസറാക്കിയിട്ട് ട്രെയിൻ മാർഗം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ആ സാധനം ഇതുപോലുള്ള ഗോഡൗണുകളിലെടുത്ത് സൂക്ഷിച്ച് അവിടെ നിന്ന് ഷവർമ അൽഫാമ മാതിരിയുള്ള വലിയ വലിയ കടകളിലേക്ക് വില കുറച്ച് കയറി പോകുന്ന ഒരു സമ്പ്രദായമാണ് ഈ സംഭവം. പരിശോധനയിൽ 150 കിലോഗ്രാം പഴകിയ എണ്ണയും പിടിച്ചെടുത്തിട്ടുണ്ട്. പാലക്കാട് സ്വദേശി ജുനൈസിന്റേതാണ് സ്ഥാപനം. 5 ഇതര സംസ്ഥാന തൊഴിലാളികൾ പരിശോധന നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു. നഗരസഭയുടെ ലൈസൻസുകൾ ഇല്ലാതെയാണ് ഇറച്ചി സൂക്ഷിച്ചതെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. 6 മാസമായി സ്ഥാപനത്തിൽ നിന്നും നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലേക്ക് ചിക്കൻ വിതരണം ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയും ഇവിടെ നിന്നും കൊച്ചിയിലെ വിവിധ ഹോട്ടലുകളിലേക്ക് ഇറച്ചി കൊണ്ടുവരുന്നുവെന്ന് ജീവനക്കാർ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാന സർക്കാർ 14 ജില്ലകളിലും പരിശോധന നടത്താൻ അധികാരം നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സുരക്ഷാ റേറ്റിംഗ് ഉടൻ നടപ്പാക്കുമെന്നും പച്ചമുട്ട ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മയോണൈസ് നിരോധിച്ചതായും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പരിശോധനകൾക്കായി സംസ്ഥാനതല സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. 14 ജില്ലകളിലും പരിശോധന നടത്താൻ ഫോഴ്സിന് അധികാരം നൽകും. ഓഡിറ്റോറിയങ്ങളിൽ ഭക്ഷണ വിതരണത്തിന് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് അനുമതി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഹൈജീൻ റേറ്റിംഗ് ആപ്പ് 20 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഏതൊക്കെ ഹോട്ടലുകളാണ് ഹൈജീൻ റേറ്റിംഗിൽ വകുപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ ആപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അത് ആപ്പ് റെഡി ആയിട്ടുണ്ട്. അത് പ്ലേ സ്റ്റോറിൽ കൂടി അവൈലബിൾ ആക്കുകയാണ്. ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത ആഴ്ച മിക്കവാറും നമുക്കത് പൊതുസമൂഹത്തിനായി യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് കരുതുന്നത്. അതിന്റെ എല്ലാ കമ്പോണൻസും റെഡിയായി അവർ പ്ലേ സ്റ്റോറിൽ കൂടി അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. കൂടുതൽ നേരം തുറന്നു വെക്കുന്ന നോൺ വെജ് മയോണൈസ് ഭക്ഷ്യവിഷബാധകളിലെ സ്ഥിരം വില്ലനാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചമുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് നിരോധിച്ചത്. പകരം വെജിറ്റബിൾ മയോണൈസോ പാസ്ചറൈസ്ഡ് ചെയ്ത മുട്ട ഉപയോഗിച്ചുള്ള മയോണൈസോ ഉപയോഗിക്കാം. ഭക്ഷണം പാഴ്സൽ കൊടുക്കുമ്പോൾ നൽകുന്ന സമയവും എത്ര നേരത്തിനുള്ളിൽ ഉപയോഗിക്കണമെന്നതും രേഖപ്പെടുത്തിയ സ്റ്റിക്കർ പതിപ്പിക്കണം.
ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയാണ്. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. വാർത്തകൾ തുടരുന്നു. കർണാടകയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ സുരക്ഷാ വീഴ്ച. ബാരിക്കേഡ് മറികടന്ന യുവാവ് മോദിയുടെ അടുത്തെത്തി. മാലയുമായി എത്തിയ യുവാവ് പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് അരികിൽ എത്തുകയും ചെയ്തു. യുവാവിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. വിമാനത്താവളത്തിൽ നിന്ന് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന വേദിയിലേക്കുള്ള യാത്രയിലായിരുന്നു മോദി. നിക്ഷേപ തട്ടിപ്പ് കേസിൽ സേഫ് ആൻഡ് സ്ട്രോങ് ഉടമ പ്രവീൺ റാണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബഡ്സ് ആക്ടും വഞ്ചനാക്കുറ്റവും ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രവീൺ റാണിയുടെ കൂട്ടാളി നവാസിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. റാണിയുടെ ബിസിനസ് പങ്കാളിയായ കണ്ണൂർ സ്വദേശിയിലേക്ക് അന്വേഷണം നീളുകയാണ്. ശബരിമല ഭക്തിസാന്ദ്രം. മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്തിൽ നിന്ന് പുറപ്പെട്ടു. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. അതേസമയം പന്തളം കൊട്ടാരം കുടുംബാംഗം കൈപ്പുഴ മാളികയിൽ കൊട്ടാരത്തിൽ രോഹിണിനാൾ രുക്മിണി തമ്പുരാട്ടി അന്തരിച്ചതിനാൽ രാജപ്രതിനിധി ഘോഷയാത്രയെ അനുഗമിക്കുന്നില്ല. മരണത്തെ തുടർന്ന് വലിയ കോയിക്കൽ ക്ഷേത്രം അടച്ചു. സ്പോർട്സ്. രണ്ടാം ഏകദിനത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് വിജയം. ശ്രീലങ്ക ഉയർത്തിയ 216 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 43.2 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ജയത്തോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. KL രാഹുലാണ് ഇന്ത്യയുടെ വിജയശില്പി. രാഹുൽ 103 പന്തുകളിൽ നിന്ന് 6 ഫോറുകളുടെ അകമ്പടിയോടെ 64 റൺസ് എടുത്ത് പുറത്താവാതെ നിന്നു. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 39.4 ഓവറിൽ 215 റൺസിന് ഓൾ ഔട്ടായി. അർദ്ധ സെഞ്ചുറി നേടിയ നുവനഡു ഫെർണാണ്ടോ ആണ് ശ്രീലങ്കയുടെ ടോപ്പ് സ്കോറർ. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.